അടുത്തൊരു ഫോം ഓഫ് ഹീമോഗ്ലോബിൻ ആണ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. HbA1c എന്നാണ് അതിനെ നമ്മൾ അബ്രീവിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. HbA1c എന്ന് ഡോക്ടർമാർ എഴുതി തരാറുണ്ട്. ഇത് മിക്കവാറും ഡയബറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഈ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. Hemoglobin whose globin chain possess non-enzymatically attached glucose molecules. അപ്പോൾ ഹീമോഗ്ലോബിനിലെ ഗ്ലോബിനിലോട്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയും. ഹെൽത്തി പേഴ്സൺസ് has the value of HbA1c ranging from 2.8 to 4% of total hemoglobin. ഇപ്പം നോർമൽ പേഴ്സൺ, അതായത് ഡയബറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് HbA1cയുടെ അളവ് 2.8 to 4% ആയിരിക്കും. ഡയബറ്റിക്സ് ആണെങ്കിൽ, ഡയബറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ 4-നേക്കാൾ എബവ് ആണ്. 4-നേക്കാൾ എബവ് ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ അതർ ഫോംസ് ഓഫ് ഹീമോഗ്ലോബിൻ. പിന്നെ നമുക്ക് ഹീമോഗ്ലോബിൻ നമ്മൾ എന്താണെന്നൊക്കെ കണ്ടു. അപ്പോൾ ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിൽ എത്ര ഹീമോഗ്ലോബിൻ വേണം? ദ ബ്ലഡ് കോൺസെൻട്രേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇൻ വിമൻ നോർമൽ റേഞ്ച് ഈസ് 120 to 162 gram per liter of blood. Men 135 to 172 gram per liter of blood. ഇനി the amount of oxygen transported by 1 gram of hemoglobin എന്ന് വെച്ചാൽ ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ വിവോ ഈസ് അബൌട്ട് 1.35 ml. അപ്പോൾ ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂള് ക്യാരി ചെയ്യുന്ന ഓക്സിജന്റെ അളവ് 1.35 ml ആണ്. At the usual concentration of hemoglobin in blood, അതായത് 160 gram per liter ആണ് ആവറേജ് ആയിട്ട് എടുക്കുന്നത്. 160 gram per liter ഹീമോഗ്ലോബിൻ ഉള്ള ഒരാളുടെ 1 ലിറ്റർ ഓഫ് ബ്ലഡിൽ 216 ml ഓഫ് ഓക്സിജൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ 160 gram per liter ഉള്ള ഹീമോഗ്ലോബിൻ ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ ബ്ലഡിൽ 216 ml ഓഫ് ഓക്സിജൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഹീമോഗ്ലോബിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മയോഗ്ലോബിൻ ആണ് കാണാനുള്ളത്. മയോഗ്ലോബിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് എ സബ് യൂണിറ്റ് ഓഫ് ഹീമോഗ്ലോബിൻ. എന്ന് വെച്ചാൽ ഹീമോഗ്ലോബിനിൽ 4 യൂണിറ്റ് ഉണ്ട്, മയോഗ്ലോബിനിൽ ഒരു ഹീമേ ഉള്ളൂ. അതാണ് വ്യത്യാസം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് മയോഗ്ലോബിൻ ഓക്സിജൻ സ്റ്റോറേജ് ആണ്, ഇൻ ടിഷ്യൂസിലാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ ഒരു യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് കോപ്പറേറ്റീവ് ഇഫക്റ്റ് ഇല്ല, ബോർ ഇഫക്റ്റ് ഇല്ല, അങ്ങനത്തെ ഒന്നും ഇഫക്ട്സ് ഈ മയോഗ്ലോബിനിൽ ഇല്ല. ബോർ ഇഫക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ കോപ്പറേറ്റീവ് ഇഫക്റ്റ് ഇല്ല. ഒറ്റ ഹീം മോളിക്യൂളല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഇഫക്ട്സ് ഒന്നും ഇല്ല. അപ്പം നമുക്ക് അടുത്തത് മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി കണ്ടു. ഹീമോഗ്ലോബിൻ്റെ സെയിം സ്ട്രക്ചറാണ്. വ്യത്യാസം ഹീമോഗ്ലോബിനിലെ 4 ഹീം യൂണിറ്റ്സ്, മയോഗ്ലോബിനിൽ ഒരൊറ്റ ഹീം യൂണിറ്റ്. അപ്പം നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ കാണാം.